2026 ഓഗസ്റ്റ് 3 ഇപ്പോൾ 9:20 സമയം. പാല കൊട്ടാരമറ്റം പാലായിലെ ഇന്ന് വീണ്ടും വെള്ളം ഇറങ്ങിയ ശേഷം ശക്തമായ മഴയൊക്കെ പെയ്ത് 2 ദിവസത്തെ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടുകൂടി ഈ റോഡിലെ വെള്ളമൊക്കെ ഇറങ്ങിയതായിരുന്നു. ഇപ്പൊ വീണ്ടും ശക്തമായ മഴയെ തുടർന്ന് കിഴക്കൻ മേഖലയിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും വെള്ളം കൊട്ടാരമറ്റം ഭാഗത്ത് പാല ടൗണിലേക്ക് ഇത് തന്നെ സംഭവം. വെള്ളം സാവധാനം ആറ്റിൽ ഉയർന്നു വന്നുകൊണ്ട് വീണ്ടും ഈ കാണുന്ന ഈ ബസ് സ്റ്റാൻഡിനും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, സാന്തോം ഷോപ്പിംഗ് കോംപ്ലക്സ്, പൊത്തേട്ട് സിനിമാസ് ഇതിന്റെ പരിസരമാണ് നമ്മൾ കാണുന്നത്. ഈ മുമ്പിൽ കാണുന്നത് പാലായിലെ ബിഷപ്പ് ഹൗസിന്റെ മുൻഭാഗമാണ്. ഇവിടെ എല്ലാം പൂർണ്ണമായും വെള്ളം ഇറങ്ങിപ്പോയതായിരുന്നു. പക്ഷെ ഇന്ന് മഴവെള്ളം ആയതുകൊണ്ട് തന്നെ കലക്കലൊട്ടുമില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ശക്തമായ മഴ ഇന്നലെ രാത്രിയിൽ കിഴക്കൻ മേഖലകളിൽ പെയ്തതാണ് ഈ രീതിയിൽ വെള്ളം കയറി വരാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യം. ഇനിയും ശക്തമായ മഴ പെയ്തില്ലെങ്കിൽ ഇത് ഇറങ്ങിപ്പോവും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മീരിച്ചിലാറ് നിറഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ മീരിച്ചിലാറ് പടിഞ്ഞാറൻ മേഖലകൾ വളരെ താഴ്ന്ന് വെള്ളം ജലനിരപ്പ് വളരെ താഴെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ജലനിരപ്പ് വളരെ ഉയർന്ന സ്ഥിതിയിലാണ്. ആ സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങിപ്പോകാൻ താമസിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം. ഇപ്പൊ നമ്മൾ കാണുന്ന വീഡിയോയിൽ കൊട്ടാരമറ്റത്ത് സാന്തോം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കോമ്പൗണ്ടിലേക്ക് ജസ്റ്റ് കയറിയിട്ടില്ല, ജസ്റ്റ് മുട്ടി നിൽക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കടയ്ക്കകത്തിലെല്ലാം ഏകദേശം ഒരടിയോളം വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പാലായിലെ മഴയുടെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ഇപ്പോഴത്തെ പാലായിലെ ഒരു സ്ഥിതിവിശേഷം. അപ്പൊ തീർച്ചയായിട്ടും ദൂരെ യാത്ര ചെയ്യുന്നവരൊന്നും യാത്ര ചെയ്യുന്നതിനൊന്നും മുതിരാനുള്ള സമയമായിട്ടില്ല. കേരളത്തിലെ മൊത്തം കാലാവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധിയുണ്ട്. എന്നാൽ ജനങ്ങളാണേലും ആവേശമായിട്ട് ഒത്തിരി വെള്ളത്തിലൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. ക്ലീനിങ് പരിപാടികളൊക്കെ അതുകൊണ്ട് തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം തീർച്ചയായും വീണ്ടും മഴയുടെ കാലാവസ്ഥ പ്രവചനമൊക്കെ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇന്നും മഴയുണ്ടെന്നാണല്ലോ അറിയുന്നത്. അപ്പം എല്ലാവർക്കും പാലായിലെ ഇന്നത്തെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനും കാലാവസ്ഥയും അതുപോലെ വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി പാലാ നഗരസഭ 24-ാം വാർഡ് കൊട്ടാരമറ്റത്തെ കൌൺസിലർ ബിജു മാത്യൂസ് എന്തെങ്കിലും വിവരങ്ങളൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ തരികയും ചെയ്യാം. അപ്പൊ എല്ലാവരും കൂടുതൽ ജാഗരൂകരായിരിക്കാം. പല സ്ഥലത്തും ഇനിയും വൈദ്യുതി എത്താനുണ്ട്. അപ്പം അതും ഈ പ്രദേശത്തെ ഒരു പ്രശ്നം തന്നെയാണ്. പരസ്പരം സഹായിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ.